ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ്. നമ്മുടെ ദേശീയ പതാക അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പതാക അറിയപ്പെടുന്നത് ത്രിവർണ്ണ പതാക ആണ്. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് മിക്ക എക്സാമിനും PSC ചോദിക്കാറുള്ളതാണ്. പിംഗലി വെങ്കയ്യാണ്, ആന്ധ്രാക്കാരനാണ് പിംഗലി വെങ്കയ്യ എന്ന് കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ചോദിക്കാറുണ്ട്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണെങ്കിൽ 3:2 വീതിയും നീളം തമ്മിലുള്ള അംശബന്ധമാണെങ്കിൽ 2:3 ആണ് കേട്ടോ. രണ്ട് രീതിയിലും ചോദിക്കാറുള്ളതാണ്, ഓർത്തിരിക്കുക. പിന്നെ 9 അളവുകളിലാണ് നമ്മുടെ ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലെ ഹൂഗ്ലിയിലാണ് എന്ന് കൂടെ ഓർമ്മിച്ചിരിക്കുക. KKGSS എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാക അംഗീകരിച്ച വർഷം ഡേറ്റും ചോദിക്കാറുണ്ട് കേട്ടോ. 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നുകൂടെ ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങൾ ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ എന്തിനാണ് PSC ചോദിക്കുന്നത്, നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കുക 3 നിറങ്ങളാണെന്നാണ് അല്ലേ. പക്ഷെങ്കിൽ 4 നിറങ്ങളാണ്. നമ്മൾ അശോക ചക്രത്തിന്റെ നിറം കൂടെ നമ്മൾ എന്തായാലും ഓർമ്മിച്ചിരിക്കണം. അപ്പോൾ ഏതൊക്കെ നിറങ്ങളാണ് ഉള്ളത്? കുങ്കുമം, വെള്ള, പച്ച, നേവി ബ്ലൂ, ഇത്രയും നിറങ്ങളാണ് ഉള്ളത്. പിന്നെ ഈ നിറങ്ങൾ എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുകൂടെ PSC ചോദിക്കാറുള്ളതാണ്. കുങ്കുമ നിറമാണെങ്കിൽ ധൈര്യം, ത്യാഗം. വെള്ളയാണെങ്കിൽ പരിശുദ്ധിയെ പ്രതിനിധാനം ചെയ്യുന്നു. പച്ചയാണെങ്കിൽ സമ്പൽ സമൃദ്ധി. അശോക ചക്രാണെങ്കിൽ പിന്നെ രാജ്യത്തിന്റെ ചലനാത്മകത, പുരോഗതി. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിനെയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന വർഷം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. 2002 ജനുവരി 26 എന്നുകൂടെ ഓർമ്മിച്ചിരിക്കാം. 1906 കൽക്കറ്റയിലെ ഗ്രീൻ പാർക്കിലാണ് നമ്മുടെ ദേശീയ പതാക ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഉയർത്തിയതും PSC ചോദിക്കാറുള്ളതാണ് കേട്ടോ. വർഷം ചോദിക്കാറുണ്ട്. 1907 ആരാണ് ഉയർത്തിയതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. മേഡം പിക്കാജി ഗാമിയാണ്. അതുപോലെ തന്നെ എവിടെയാണ് പിന്നെ ഉയർത്തിയതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റുട്ട്ഗർട്ടിലാണ്, ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിലാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു വേദിയിൽ നമ്മുടെ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. വർഷം 1907. അതുപോലെ നമ്മുടെ ദേശീയ പതാക ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് ഉയർത്തിയത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. ആ സമ്മേളനത്തിൽ ഉയർത്തിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് ഉയർത്തിയത്. ഈ സമ്മേളനം നടന്ന നദിക്കര ചോദിക്കാറുണ്ട് കേട്ടോ. എവിടെയാണ്? രവി നദിക്കരയിലാണ് എന്നുകൂടെ ഓർത്തിരിക്കുക. ദേശീയ പതാക 9 അളവുകളിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും വലുതും ചെറുതും അളവ് നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. ദേശീയ പതാകയുടെ ഏറ്റവും വലിയ അളവ് 6300 × 4200 mm ആണ്. 6300 mm × 4200 mm ആണ്. ഏറ്റവും ചെറിയ അളവ് 150 mm × 100 mm. VVIP വിമാനത്തിൽ വെക്കുന്ന പതാകയുടെ അളവ് എന്ന് പറയുന്നത് 450 mm × 30 mm ആണ്. അതുപോലെ തന്നെ കാറുകളിൽ വെക്കുന്ന പതാകയുടെ അളവ് നമ്മൾ പഠിച്ചിരിക്കണം, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. 225 mm × 150 mm. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്